ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് ഡ്രോ നടക്കുന്നതിന് മുമ്പ് PSG കോച്ചായ ലൂയിസ് എൻറിക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ചെൽസിയെ കിട്ടണമെന്ന്. അതായത് നോക്കൌട്ട് സ്റ്റേജിൽ ചെൽസിയെ കിട്ടണമെന്നായിരുന്നു ലൂയിസ് എൻറിക്കയുടെ അഭിപ്രായം. ലൂയിസ് എൻറിക്കയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. ക്ലബ് ലോകകപ്പിന്റെ ഫൈനലിൽ ചെൽസി 3 ഗോളിന് തന്റെ ടീമിനെ നാണം കെടുത്തിയതിന് പകരം ചോദിക്കാനായിരുന്നു ലൂയിസ് എൻറിക്കെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ആ ഒരു തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ കാത്തുനിന്ന PSG ചെൽസിയെ ആദ്യപാദ മത്സരത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിലെ ആദ്യപാദ മത്സരത്തിൽ 5-2 നാണം കെടുത്തിയിട്ടുണ്ട്. PSG സ്വന്തം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ കവാസ്കലി ഡബിൾ ഗോളുകളും ബാർക്കോള, ഡെംബലെ, വിറ്റിഞ്ഞ എന്നിവർ ഓരോ ഗോളുകളും നേടിയപ്പോൾ ചെൽസിക്ക് വേണ്ടി മാലോ ഗുസ്തോയും മിഡ്ഫീൽഡർ എർണോ ഫെർണാണ്ടസുമാണ് ലക്ഷ്യം കണ്ടത്. 4-3-3 എന്ന അറ്റാക്കിംഗ് ശൈലിയിലാണ് എൻറിക്കെ ടീമിനെ നിരത്തിയത്. ഹക്കീമി, മാർക്കിഞ്ഞോസ്, പാച്ചോ, ന്യൂനോ മെൻഡസ് എന്നിവർ ബാക്ക് ലൈൻ കാത്തപ്പോൾ എമറി, വിറ്റിഞ്ഞ, ജാവോനവസ് എന്നിവർ മിഡ്ഫീൽഡിലും ഡിസിയദുവെ, ഡെംബലെ, ബാർക്കോള എന്നിവർ അറ്റാക്കിങ്ങിലും അണിനിരന്നു. എന്നാൽ 4-2-3 എന്ന ശൈലിയിലാണ് ചെൽസി ടീമിനെ ഇറക്കിയത്. കുക്കുറയ, ചലോബ, ഫൊഫാന, ഗുസ്റ്റോ എന്നിവർ ഡിഫൻസ് കാത്തപ്പോൾ റീസ് ജെയിംസും കസാഡോയും ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലെത്തി. പെഡ്രോനെറ്റയും പാമറും വിങ്ങുകൾ കാത്തപ്പോൾ മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കാനുള്ള ചുമതല എൻസോ ഫെർണാണ്ടസിനായിരുന്നു. ജാവോ പെഡ്രോ സ്ട്രൈക്കറായിട്ടും ഉണ്ടായി. അപ്പൊ ഈ രണ്ട് ഫോർമേഷനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 4-3-3 4-2-3-1 ഈ രണ്ട് ഫോർമേഷനും അറ്റാക്കിംഗ് ഫോർമേഷൻ ആണ്. അപ്പം കളിയുടെ തുടക്കം മുതലേ ഇരു ടീമുകളും അറ്റാക്ക് ചെയ്താണ് കളി തുടങ്ങിയത്. എന്നാൽ കളി തുടങ്ങിയ ആദ്യ 10 മിനിറ്റിൽ ബാർക്കോളയുടെ ഗോളിലൂടെ PSG ലീഡ് നേടി. ബാർക്കോളയുടെ ഒരു കനത്ത ഷോട്ട് പോസ്റ്റിലിടിച്ചാണ് വലയിൽ കയറിയത്. ലീഡ് വാങ്ങിയതോടെ ചെൽസി ഉണർന്ന് കളിക്കാൻ തുടങ്ങി. ഗോൾ തിരിച്ചടിക്കാനുള്ള ചെൽസിയുടെ ശ്രമം കളിയിൽ ആവേശം കൊണ്ടുവന്നു. അങ്ങനെ അധികമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല ചെൽസിക്ക്. എൻസോ ഫെർണാണ്ടസിന്റെ പാസിൽ നിന്നും ബോക്സിലേക്ക് ഓടിക്കയറിയെത്തിയ ഗുസ്റ്റോ കൊടുത്ത ഒരു ഷോട്ട് PSG ഗോളിയെ കീഴടക്കി ചെൽസി ഒപ്പത്തിനൊപ്പം എത്തി. അപ്പൊ സമയം 26 മിനിറ്റ് മാത്രം. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കളി ഇങ്ങനെ പോകുന്ന 40-ാം മിനിറ്റിൽ എങ്ങനെയാണ് ഒരു കൗണ്ടർ അറ്റാക്ക് ഗോളാക്കേണ്ടത് എന്ന് PSG ചെൽസിക്ക് കാണിച്ചു കൊടുത്തൊരു ഗോളായിരുന്നു ഉസ്മാൻ ഡെംബലയുടെ ഗോള്. ചെൽസിക്ക് ഗോൾ നേടാമായിരുന്ന ഒരു അവസരമാണ് ചെൽസിയുടെ ഒരു അറ്റാക്ക് പാമറിന് ഗോൾ നേടാവുന്ന ഒരു അവസരം. പാമറിന്റെ ഷോട്ട് തടഞ്ഞിട്ട PSG ഗോൾ കീപ്പർ സേഫ്നോവിൽ നിന്നും 45 സെക്കൻഡ് കൊണ്ടാണ് ചെൽസി ഡിഫൻസിനെ കീറി മുറിച്ച് ഡെംബലെ PSG ലീഡ് നൽകിയത്. ആ ഗോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു 45 സെക്കൻഡുകൾ കൊണ്ട് ഡെംബലെ ബോളുമായി ചെൽസി ബോക്സിലെത്തി കുക്കുറേനെയും ഫൊഫാനയും വളരെ വിദഗ്ധമായി കബളിപ്പിച്ചിട്ടാണ് ഉസ്മാൻ ഡെംബലെ ആ ഗോൾ നേടുന്നത്. ഒരു 1-on-1 സിറ്റുവേഷന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ ഒരു 1-on-1 സിറ്റുവേഷനിൽ ഗോൾ നേടുമെന്നത് കാണിച്ചു തരുന്നതാണ് ഉസ്മാൻ ഡെംബലെ. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ചെൽസി ഒരു ഗോളിന് പിന്നിലാണ്. രണ്ടാം പകുതിയിൽ കളി തുടങ്ങി ചെൽസി ഒട്ടും വിട്ടുകൊടുത്തില്ല. 10 മിനിറ്റിന് ശേഷം നെറ്റോയുടെ ക്രോസിൽ നിന്നും ഗോൾ നേടി എൻസോ ചെൽസിയെ ഒപ്പം എത്തിച്ചു. അതുവരെ ഒപ്പത്തിനൊപ്പം പോരാടിയ ചെൽസി ഒരു നിമിഷം കൊണ്ടാണ് കളി കൈവിട്ടത്. ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ട് കളിയുടെ ഗതി മാറും എന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ മനസ്സിലാവും. 1-ാം നമ്പർ ഗോൾ കീപ്പറായ റോബർട്ട് സാഞ്ചസിനെ പുറത്തിരുത്തി 2-ാം നമ്പർ ഗോൾ കീപ്പറായ യോഗൻസിന് ചാൻസ് കൊടുത്തതാണ് റോസ്നിയർ. അപ്പൊ കഴിഞ്ഞ മത്സരത്തിലും ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരത്തിലും ടോട്ടൻഹാമിന് പറ്റിയ അങ്ങനെ ഒരു അബദ്ധം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് റോസ്നിയർ വീണ്ടും യോഗൻസിനും ഇങ്ങനൊരു സാഹചര്യത്തിൽ ചാൻസ് കൊടുക്കുന്നത്. യോഗൻസിന്റെ കാലിൽ നിന്നും പന്ത് തട്ടിയെടുത്ത ബാർക്കോള ഒരു മൈനസ് പാസിൽ നിന്നും യോഗൻസിന്റെ കാലിൽ നിന്നും പന്ത് തട്ടിയെടുത്ത ബാർക്കോള വിറ്റിഞ്ഞക്ക് കൈമാറി. വിറ്റിഞ്ഞ വളരെ കൂളായിട്ട് യോഗൻസിന്റെ തലക്ക് മുകളിലൂടെ അനായാസം പന്ത് പോസ്റ്റിലേക്ക് കോരിയിട്ട് PSG ലീഡ് നേടി. അതുവരെ ഒപ്പത്തിനൊപ്പം പോരാടി നിന്ന ചെൽസി അപ്രതീക്ഷിതമായി കിട്ടിയ ഈ അടിയിൽ ഒന്ന് പതറിപ്പോയി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആ ഒരു സമയത്താണ് കവാസ്കലിയുടെ ഗോൾ വരുന്നത്. കവാസ്കലിയ
പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി വന്ന ആളാണ്. അതിമനോഹരമായ ഒരു കർവിംഗ് ഗോളിലൂടെ 85-ാം മിനിറ്റിൽ ലീഡ് 4-2 ഉയർത്തി. അപ്പോഴത്തേക്കും ചെൽസി ആകെ മാനസികമായി തളർന്ന് ഇനിയൊരു തിരിച്ചുവരവ് ചെൽസിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ചെൽസിന്റെ പ്ലേയേഴ്സ് എല്ലാം തളർന്ന പോലെയായി. ആ ഒരു തളർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഇഞ്ചുറി ടൈമിൽ കവാസ്കെലിയ രണ്ടാമതൊരു ഗോളും കൂടെ നേടിയിട്ട് ചെൽസിയുടെ 5-2 എന്നുള്ള ഈ സ്കോറിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ യോഗൻസിന് മറ്റൊരു പിഴവ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടോ ചെൽസിയുടെ ഭാഗ്യം കൊണ്ട് ഓഫ് സൈഡ് ആയതുകൊണ്ട് മാത്രം ഗോളായില്ല. അപ്പം യോഗൻസിന് പറ്റിയൊരു പിഴവ്, ഒരൊറ്റ പിഴവിൽ നിന്നാണ് കളിയുടെ ഗതി മാറുന്നത്. 75 മിനിറ്റ് വരെ ഇരു ടീമുകളും 2-2 എന്നുള്ള തുല്യമായ സ്കോറിൽ നല്ല കട്ടക്ക് കളി നിൽക്കുമ്പോഴാണ് യോഗൻസന്റെ ഈ പിഴവ് വരുന്നത്. പിന്നെയുള്ള 15 മിനിറ്റ് കൊണ്ട് ചെൽസി വഴങ്ങിയത് 3 ഗോളുകളാണ്. ആ ഒരൊറ്റ ഗോൾ ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളം, ആ ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരൊറ്റ റിസൾട്ട് 75 മിനിറ്റിന് ശേഷം, ആ മിസ്റ്റേക്ക് വന്നതിന് ശേഷമുള്ള ബാക്കി ചെൽസിയുടെ കളിയും സ്കോറും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു എറർ, ആ ഒരു മിസ്റ്റേക്ക്, യോഗൻസൺ വരുത്തിയ ആ മിസ്റ്റേക്ക് കളിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളം ആണെന്നുള്ളത്. അപ്പം ഒരു ചെറിയ മിസ്റ്റേക്ക് മതി കളി കൈവിട്ടു പോകാൻ വേണ്ടിയിട്ട്. അപ്പം കോച്ചുമാർ ഇങ്ങനെയുള്ള അനാവശ്യ പരീക്ഷണങ്ങൾ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള ഒരു നിർണായക മത്സരത്തിൽ, പ്രത്യേകിച്ച് PSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. PSG ഇപ്പം നിലവിലെ UEFA ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരാണ്. അവർ തീരെ ഒട്ടും മോശമുള്ള ടീമല്ല, നല്ല മികച്ച ടീം തന്നെയാണ് PSG എന്ന് പറയുന്നത്. അപ്പം PSG പോലെ മികച്ച ഒരു ടീമിനെതിരെ ചാമ്പ്യൻസ് ലീഗിന്റെ നിർണായകമായ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായും ടീമുകൾക്ക് വളരെ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ്. ഇപ്പൊ 2 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ടോട്ടൻഹാം ഹോട്ട്സ്പറിന് അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടൻഹാമിന് 17-ാം മിനിറ്റിൽ ഗോളിയെ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്, 2 മിസ്റ്റേക്കുകൾ വരുത്തിയിട്ട്. അപ്പം ഒരൊറ്റ മിസ്റ്റേക്ക് മതി കളിയുടെ ഗതി മാറാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു അബദ്ധം ടോട്ടൻഹാമിന്റെ കോച്ച് ചെയ്ത അതേ ഒരു മണ്ടത്തരം ചെൽസിയുടെ കോച്ച് റോസ്നിയറും ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൻഹാമിന്റെ അതേ കേസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റോബർട്ട് സാഞ്ചസും ചെൽസിക്ക് പലപ്പോഴായി ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ വരുത്തിയതായിട്ട് നമുക്കിതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഏതാണ്ട് പ്രീമിയർ ലീഗിലെ 10 പോയിന്റുകളോളം ചെൽസിക്കുള്ള 10 പോയിന്റുകളോളം ചെൽസി നേടാവുന്ന 10 പോയിന്റുകളോളം ഒരു പക്ഷേ റോബർട്ട് സാഞ്ചസിന്റെ ഇതുപോലുള്ള സില്ലി മിസ്റ്റേക്കുകൾ, ലേസി മിസ്റ്റേക്ക് കൊണ്ട് ചെൽസിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ചെൽസിയും റോബർട്ട് സാഞ്ചസും യോഗൻസനും കാര്യമായൊരു വ്യത്യാസം, യോഗൻസൺ ഇപ്പൊ ഒരു മിസ്റ്റേക്കാണ് വരുത്തിയത്, കാര്യമായൊരു താരതമ്യത്തിന് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. റോബർട്ട് സാഞ്ചസ് ഇതുപോലെ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ റോബർട്ട് സാഞ്ചസിന്റെ സേവ് പെർസെന്റേജും ഷോർട്ട് സേവും ഒക്കെ വളരെ മികച്ച നിലയിലുള്ള ആളാണ്. യോഗൻസൺ അത്രയും പ്രൂവ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തതാവാം. എന്തായാലും ചെൽസിക്ക് ആ ഒരൊറ്റ മിസ്റ്റേക്ക് ചെൽസിയുടെ കളിയുടെ ഗതി മാറ്റി, ചെൽസിയുടെ റിസൾട്ട് തന്നെ മാറ്റി. ഇനി അടുത്ത സെക്കൻഡ് പാദത്തിൽ, 2-ാം പാദ മത്സരത്തിൽ ചെൽസിയുടെ ഗ്രൗണ്ടിൽ നടക്കുന്ന കളിയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ഗോളിനെങ്കിലും ചെൽസി ജയിച്ചാലേ ചെൽസിക്ക് മുന്നോട്ടുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ബാക്കി മുന്നോട്ടുള്ള മത്സരങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഫോമും ടീമിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസും വെച്ച് നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം PSG നല്ല മികച്ച ഫോമിൽ കളിക്കുന്ന, മികച്ച ടീമും മികച്ച കോച്ചുള്ള, ലൂയിസ് എൻറിക്കെ പോലെ മികച്ചൊരു കോച്ചുള്ള ടീമാണ് PSG. അവിടെ PSG-യെ 3-0 തോൽപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇമ്പോസിബിൾ ഒന്നുമല്ല, പക്ഷെ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. PSG-ക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പം ഏതായാലും ചെൽസിക്ക് ആകെ പ്രതീക്ഷയുള്ളതൊരു മത്സരമാണ് ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത്. ചാമ്പ്യൻസ് ലീഗ് കിരീട പ്രതീക്ഷ വളരെ റയർ ആണെങ്കിലും പ്രീമിയർ ലീഗിൽ എന്തായാലും ചെൽസി കിരീട പ്രതീക്ഷ ഇല്ല. പിന്നെ ചാമ്പ്യൻസ് ലീഗും FA കപ്പുമാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അടുത്ത മത്സരങ്ങളിലൂടെ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഏതായാലും ചെൽസിയുടെ 75 മിനിറ്റിന് ശേഷമുള്ള മോശം പ്രകടനം കാരണം 5-2 എന്നുള്ള നാണം കെട്ട ഒരു തോൽവി ചെൽസിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മത്സരത്തിൽ സെക്കൻഡ് ലെഗിൽ എങ്ങനെയായിരിക്കും കഥ എന്ന് നമുക്കറിയില്ല. ചെൽസി എപ്പോഴും അൺപ്രഡിക്റ്റ് ആയ ഒരു ടീമാണ്. എന്ത് സംഭവിക്കുമെന്ന് ചെൽസിക്ക് പറയാൻ പറ്റില്ല. അപ്രതീക്ഷിതമായി ചെൽസി കിരീടം നേടിയിട്ടുണ്ട് പലപ്പോഴും.
അപ്പൊ 2012 ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നപ്പോൾ സംഭവിച്ചതല്ല. അത്ര മികച്ച ടീമൊന്നും ചെൽസിക്കില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ചെൽസി അതൊക്കെ മാനേജ് ചെയ്ത് കപ്പടിച്ചിട്ടുണ്ട്. ചെൽസിക്ക് അങ്ങനെയുള്ള ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാനുള്ളൊരു ഇത് ചെൽസി എപ്പോഴും കാണിക്കാറുണ്ട്. ഒരുപക്ഷെ 5-2 എന്നുള്ള സ്കോറിനെ മറികടന്ന് സെക്കൻഡ് പാദത്തിൽ PSG തകർത്തുകൊണ്ട് കയറി വരുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും അടുത്ത മത്സരങ്ങൾ പുതിയ റിവ്യൂമായി വീണ്ടും കാണാം. നമസ്കാരം.